മലയാളികൾ പലതവണ വായിച്ചെങ്കിലും ബെന്യാമിൻ്റെ ആടുജീവിതം അറബികൾ വായിച്ചിട്ടില്ല. ഇപ്പോൾ അതിനുള്ള അവസരവും ലഭ്യമായിരിക്കുന്നു. റിയാദിലെ അന്താരാഷ്ട്ര പുസ്തകമേളയിലാണ് ഈ അറബ് വിവർത്തനം പുറത്തു വന്നിരിക്കുന്നത്. വിവർത്തനം നടത്തിയതാകട്ടെ ഗൾഫിൽ തന്നെയുള്ള ഒരു യുവ പ്രതിഭയും. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ നജീബിൻ്റെയും അർബാബിൻ്റെയും കഥകൾ ഇനി അറബികൾക്കും വായിക്കാനാവും. അറബ് നാട് പശ്ചാത്തലമായ നോവൽ അറബിയിലേക്ക് മൊഴിമാറ്റുക എന്ന സാഹസിക ഉദ്യമം ഏറ്റെടുത്തത് ഖത്തർ മലയാളിയായ സുഹൈൽ വാഫി എന്ന ചെറുപ്പക്കാരനാണ്. മലയാളി വായനക്കാരെ അത്ഭുതപ്പെടുത്തിയ ബെന്യാമിൻ്റെ ആടുജീവിതം ഇതിനകം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്. പ്രവാസ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും മരുഭൂമിയിൽ ചോര നീരാക്കിയ ജീവിത പരിചയവും ആവോളമുള്ള മലയാളി പ്രവാസികൾ നോവലിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയായിരുന്നു. അതേസമയം അതിരുകടന്ന അതിശയോക്തി എന്ന് നോവലിനെ വിശേഷിപ്പിച്ചവരും കുറവല്ല. അറബികളെ അടച്ചാക്ഷേപിക്കാനുള്ള ന്യായമായാണ് പലരും നോവലിനെ കണ്ടത്. ഈ സാഹചര്യത്തിലാണ് അറബി പരിഭാഷയുമായി ഖത്തറിലെ പ്രവാസി മലയാളിയായ സുഹൈൽ വാഫി രംഗത്തു വരുന്നത്. 2 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ അറബി മൊഴിമാറ്റം പുറത്തിറങ്ങുന്നത്. പുസ്തകം അറബ് ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ആടുജീവിതം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആൾ എന്ന നിലയിൽ എൻ്റെ അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് ബെന്യാമിനോട്. അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ഗോഡ് ഡേയ്സ് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ജോസഫ് കോയിപ്പള്ളി സാറോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത ആദർശേരി സ്വദേശിയായ സുഹൈൽ ഇപ്പോൾ ഖത്തറിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. പ്രവാസിയായി ഖത്തറിലെത്തിയതു മുതൽ തന്റെ സ്പോൺസറുമായി ബന്ധപ്പെട്ടും അറബികളായ മറ്റു സുഹൃത്തുക്കൾ വഴിയും മരുഭൂമിയിലെ ഇടയന്മാരുടെ ജീവിതം നേരിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള നേപ്പാൾ സ്വദേശിയായ ശംഭുജിയെ പോലെയുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന വലിയൊരു സൽക്കർമ്മമാണ് യഥാർത്ഥത്തിൽ ബെന്യാമിൻ നോവലിലൂടെ ചെയ്തിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അറബിയിലേക്ക് കൂടെ വരികയാണ്. അപ്പോൾ അറബി വായനക്കാരിലേക്ക് എത്തുമ്പോൾ നമ്മൾ മലയാളികൾ പ്രവാസി ലോകം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. അറബി ഭാഷാ പഠനത്തിനായി 8 വർഷം ചിലവഴിച്ചു. വളാഞ്ചേരി മർക്കസിൽ നിന്ന് നേടിയ വാഫി ബിരുദമാണ് സുഹൈലിനെ അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ നിപുണനാക്കിയത്. പിതാവ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി തന്നെയാണ് സുഹൈലിന്റെ റോൾ മോഡൽ. വിദ്യാഭ്യാസ പ്രവർത്തകനായ ഫൈസി സുഹൈലിന്റെ അധ്യാപകൻ കൂടിയാണ്. വിനീതമായൊരു വർക്ക് ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ഉപ്പാക്കാണ്. ഉപ്പ എന്നതിലുപരി എന്നെ 8 വർഷം പഠിപ്പിച്ച എൻ്റെ അധ്യാപകനാണ് ഉപ്പ. അറബി ഭാഷയിൽ വളരെ ആഴത്തിൽ അറിയുന്ന, ഞാനൊരു മാതൃകയായിട്ട് കാണുന്ന ആളുകൂടിയാണ് ഉപ്പ. അപ്പോൾ ഉപ്പ എൻ്റെ പരിഭാഷയിൽ എനിക്ക് ഒരുപാട് സഹായം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആടുജീവിതം 3 പ്രാവശ്യം വായിച്ച എൻ്റെ ഉമ്മ നന്നായിട്ട് വായിക്കാനും ചെറുപ്പം മുതൽ തന്നെ വായനയുടെ ഒരു സംസ്കാരം പഠിപ്പിച്ചു തന്ന ആളാണ് ഉമ്മ. അവർക്ക് 2 പേർക്കുമാണ് ഞാൻ എൻ്റെ ഈ ഒരു വർക്കിനെ സമർപ്പിക്കുന്നത്. 2011 മാർച്ച് 6-നാണ് സുഹൈൽ ആടുജീവിതം വായിച്ചു തീർത്തത്. അന്ന് തന്നെ ബെന്യാമിനെ ബന്ധപ്പെട്ട് അറബിയിലേക്ക് മൊഴിമാറ്റാനുള്ള താൽപ്പര്യം അറിയിച്ചിരുന്നു. അവസാനം കുവൈറ്റിലെ ആഫാഖ് ബുക്ക് സ്റ്റോർ പുസ്തകത്തിന്റെ പ്രസാധനം ഏറ്റെടുത്തു. അയ്യാമുൽ മായിസ് അഥവാ ഇടയന്റെ ദിനങ്ങൾ എന്നാണ് പുസ്തകത്തിന് നൽകിയ പേര്. ഗോഡ് ഡേയ്സ് എന്ന ഇംഗ്ലീഷ് പരിഭാഷയും സുഹൈലിന് ഏറെ സഹായകമായി. ആടുജീവിതത്തിന് തമിഴിലും നേരത്തെ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. 2012-ൽ ആടുജീവിതത്തിന് ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയപ്പോൾ അറബികളായ വായനക്കാർ അതിനെ ക്രിയാത്മക വിമർശനമായാണ് കണ്ടത്. ഇത് തിരിച്ചറിഞ്ഞതാണ് കൂടുതൽ അറബികളിലേക്ക് നോവലിനെ എത്തിക്കാനുള്ള ഉദ്യമത്തിന് സുഹൈലിന് പ്രചോദനമായത്. എന്നാൽ ഇംഗ്ലീഷ് പതിപ്പിന് ലഭിച്ച പ്രതികരണം തന്നെയാണോ അറബി വായനക്കാരിൽ നിന്നുണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും
ആടുജീവിതം അറബിയിൽ വന്നിരുന്നെങ്കിലെന്ന് ആശിച്ചുപോയ പ്രവാസി വായനക്കാരെ തൃപ്തിപ്പെടുത്താൻ ഈ കൃതിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സുഹൈൽ വാഫിയുടെ ഉദ്യമത്തെ ഖത്തറിലും സൗദി അറേബ്യയിലുമുള്ള ചില അറബി സുഹൃത്തുക്കൾ പിന്തുണച്ചിട്ടുണ്ട്. ഭാഷാപരമായും അറേബ്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുമുള്ള സംശയങ്ങൾ തീർത്തുകൊടുത്തത് ഈ അറബ് വംശജരാണ്. മലയാളത്തിലെ സംസാര ഭാഷ സമൃദ്ധമായി ഉപയോഗിച്ചതാണ് ബെന്യാമിൻ്റെ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ അതുതന്നെയാണ് അറബ് മൊഴിമാറ്റത്തിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയതും. പുസ്തകം പുറത്തിറങ്ങിയാൽ പിന്നെ അറബിയിലെ ക്ലാസിക് കൃതികളിൽ ചിലത് മലയാളത്തിലേക്ക് മൊഴി മാറ്റാനും സുഹൈലിന് പദ്ധതിയുണ്ട്.